ഇന്ത്യയിൽ RSS നേടിയ വളർച്ചയ്ക്ക് വഴിയൊരുക്കിയത് കോൺഗ്രസ് എന്ന മുൻ രാജസ്ഥാൻ മുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ അശോക് ഗെഹ്ലോട്ട്. BJP RSS ഭരണത്തിൽ ഇന്ത്യയെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കി തീർത്തു. അതിന് ഇനി ഔദ്യോഗിക പ്രഖ്യാപനം മാത്രമേ ബാക്കിയുള്ളൂവെന്നും അശോക് ഗെഹ്ലോട്ട്. രാജ്യത്ത് RSSനെയും BJPയും വളർത്തിയത് കോൺഗ്രസ് എന്ന മുതിർന്ന നേതാവും രാജസ്ഥാൻ മുൻ മുഖ്യമന്ത്രിയുമായ അശോക് ഗെഹ്ലോട്ടിന്റെ തുറന്നുപറച്ചിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. RSS ഇന്ന് എവിടെ എത്തി നിൽക്കുന്നുവോ അതിന് അവർ കോൺഗ്രസിനോട് നന്ദി പറയണം. കോൺഗ്രസിന്റെ മൃദു സമീപനമാണ് RSSന് വളരാൻ വഴിയൊരുക്കിയത്. RSSനെ 2 തവണ നിരോധിച്ചെങ്കിലും പിന്നീട് മാപ്പപേക്ഷ നൽകിയപ്പോൾ നിരോധനം പിൻവലിച്ചു. കോൺഗ്രസിന്റെ ഈ സമീപനം കാരണമാണ് RSSന് 100 വർഷം പൂർത്തിയാക്കാൻ കഴിഞ്ഞതെന്നും ഗെഹ്ലോട്ട് പറയുന്നുണ്ട്. इतना बड़ा संगठन है, 100 वर्ष पूरे हो गए उनको, और उनको शुक्रिया अदा करना चाहिए कांग्रेस सरकारों का और कांग्रेस का. 2 बार बैन किया इसको, गांधी की हत्या पर और बाद में इमरजेंसी पर. वहां पर बैन हटा दिया, माफी मांग ली थी. माफी तो कई बार मांग चुके हैं पहले भी, तो बैन हटा ही नहीं. कभी हमारी सरकारें बनी है केंद्र में, राज्यों में, तो हमारे ब्लड में नहीं है कि हम कोई टारगेट करें RSS के लोगों को. ഇന്ത്യ ഇപ്പോൾ പ്രായോഗികമായി ഒരു ഹിന്ദു രാഷ്ട്രമായി മാറിക്കഴിഞ്ഞെന്നും ഇനിയൊരു ഔദ്യോഗിക പ്രഖ്യാപനം മാത്രമാണ് ബാക്കിയുള്ളതെന്നും അശോക് ഗെഹ്ലോട്ട് കൂട്ടിച്ചേർത്തു. രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾ വലിയ പ്രതിസന്ധി നേരിടുകയാണെന്നും ആദ്യം അവർ മുസ്ലിങ്ങളെ ലക്ഷ്യമിട്ടു, പിന്നീട് ക്രിസ്ത്യാനികളെ, ഭാവിയിൽ ഇത് മറ്റുള്ളവരെയും ബാധിച്ചേക്കാമെന്നും അശോക് ഗെഹ്ലോട്ട് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. കൈരളി ന്യൂസ്, ദില്ലി.